ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമൻറ്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFിൻ്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോൾ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. കേരളത്തിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്ന എന്താ? ഇപ്പോൾ സർക്കാർ ചെലവിലാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? അദ്ദേഹം ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്വിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ക്വിസ് മത്സരം, അത് കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പിണറായി വിജയൻ എന്ന് ഉത്തരം പറയിപ്പിക്കുന്ന ചോദ്യം സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ നാണം കെട്ട പരിപാടി ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു, ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യണം. നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്. ഇത് ചെയ്യരുത്, ഈ പണി ചെയ്യരുത്. പിന്നെ വീണ്ടും വീടുകളിൽ വോളണ്ടിയർമാർ പോവുകയാണ്, CPM വോളണ്ടിയർമാർ. സർക്കാർ ചെലവിൽ ആ പരിപാടി അവസാനിപ്പിക്കണം. ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്വന്തം കാശെടുത്ത് നടത്തിയാൽ മതി. നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല. സ്വന്തം കാശ് വേണം. സർക്കാരിൻ്റെ കാശെടുത്ത് ഇതുപോലത്തെ പണി ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാം ഉത്തരവാദികളാവും, അക്കൗണ്ടബിളാവും. സർക്കാരിൻ്റെ പണമെടുത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഉത്തരവാദികളാവും. ഞങ്ങൾ ഏതറ്റം വരെ നിയമയുദ്ധം നടത്തിയും ആ പണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി എടുക്കുന്ന പണം ഞങ്ങൾ തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണം. അപ്പോൾ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി, വരുമ്പോൾ കറക്റ്റായിട്ട് പറയും. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും, അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വിസ്മയം എന്താണെന്ന്